അസ്സലാമു അലൈക്കും. റമീസ് കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ബിരിയാണി അറിയാലല്ലേ, എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ചിലവർക്ക് ഫ്ലോപ്പായി പോകും, ചിലവർക്ക് ട്രൈ ചെയ്തിട്ടും ശരിയാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി. ഈ രീതിയിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ബിരിയാണിക്ക് ഈ ഒരു വലുപ്പമെങ്കിൽ വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് വേണ്ടത് അരിയാണ്. ഇവിടെ ഞാൻ ജീരകശാല അരി 4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 10 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം. ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അത് അവിടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 1/4 കപ്പ് തൈരാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 5 സവാള. ഇത് ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതാകുമ്പോൾ വഴറ്റി കിട്ടാൻ ഭയങ്കര ഈസിയാവും. പിന്നെ വന്നിട്ട് തക്കാളിയും, അത് ഞാൻ ചോപ്പാണ് ചെയ്തിട്ടുള്ളത്. ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയിലും ഒരു പിടി പുതിനയിലും. പിന്നെ വേണ്ടത് ഓൾ സ്പൈസസ് ആണ്. ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 ഗ്രാമ്പു, 2 വലിയ കഷ്ണം പട്ട. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഓൾ സ്പൈസസ് ചേർത്താണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പോൾ ഇതാ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 5 സവാള ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ചോപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. വേഗം നമുക്ക് പണികൾ വേഗം തീർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. കളറൊന്നും ചേഞ്ച് ആവേണ്ട യാതൊരു കാര്യമില്ല. ഈ സവാളയൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടും. ആ ഒരു പരുവാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബിരിയാണിക്ക്. അപ്പോൾ എപ്പോഴും സവാള വഴറ്റുന്ന സമയത്ത് ഇങ്ങനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, നല്ലതാണ് കേട്ടോ. അടിയിൽ പിടിക്കൊന്നുമില്ല, എന്നാലും ഇങ്ങനത്തെ പോട്ടാകുമ്പോൾ അടിയിൽ പിടിക്കില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഒന്ന് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഇത്രയും മാത്രമേ ഞാൻ 1 ടീസ്പൂൺ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാം ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മാറ്റി വെച്ചത് നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി ഒന്ന് എടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അടച്ച് വെച്ച് തന്നെ ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഇവിടെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയില, അതേപോലെ തന്നെ ഒരു പിടി പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ് വെച്ചതാട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി വേണം മസാലകൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേ 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. വേണ്ടത് 1 ടീസ്പൂൺ കേട്ടോ. എൻ്റെ ടീസ്പൂൺ കാണാനില്ല, അപ്പോൾ ഞാൻ ടേബിൾ സ്പൂണിൽ എടുത്തിക്കണത്. അപ്പോൾ 1 ടീസ്പൂണാണ് വേണ്ടത് കേട്ടോ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതേ അളവിൽ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുക. മസാലകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഗരം മസാലയല്ല ബിരിയാണി മസാലയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഗരം മസാലൻ്റെ പകരം നിങ്ങൾക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക കേട്ടോ.
ഈ ഒരു ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ വീഡിയോ ഇട്ടുതരാം. ഇനി ഈ മസാലയൊക്കെ ഒന്ന് നല്ല വഴഞ്ചെടുക്കണം, പച്ച സ്മെല്ലൊക്കെ മാറണം. അതേപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഇതാ ഇപ്പോൾ ഇവിടെ നോക്ക്, കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ചിക്കൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചിക്കനും മസാലയൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടണ്ട, നമ്മളിനി ദമ്മിലിടാനാണല്ലോ. അപ്പോൾ ഒരു കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും വേണം. അപ്പോൾ മസാല അവിടെ ഇരുന്ന് വെന്തോട്ടെ. അപ്പോൾ നമുക്ക് ചോറൊന്ന് വേവിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇവിടെ ഇപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല, കഴുകിയിട്ട് നേരെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ല പോലെ ആ ഒരു വെള്ളമൊക്കെ വറ്റണം, അതുവരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഈ അരിയുടെ പരിവ് എന്ന് പറയുന്നതിൽ നമ്മളിങ്ങനെ കടിച്ച് നോക്കുന്ന സമയത്ത് കുതിർക്കാൻ വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് മാത്രമല്ല, ഒരു നല്ലൊരു മണം വരും. അതേപോലെ തന്നെ എന്താണ് വറുക്കുന്ന സമയത്ത് മുരുമുരാന്നൊന്ന് വറുത്തും കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചു എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 6 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചൂട് വെള്ളമാണ് കേട്ടോ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഉപ്പ് അലിയുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇപ്പോൾ ഇവിടെ തളയൊക്കെ ഒന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് നല്ലോണം വന്ന ശേഷം ഒരു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇതാ ഇപ്പോൾ ഇവിടെ ചോറൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചോറൊന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മസാല ഒന്ന് നോക്കി നോക്കാം. ഇതാ ഇവിടെ മസാലയൊക്കെ ഒന്ന് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മസാലയിൽ കൂടുതൽ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ വറ്റിച്ചും കൂടെ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ എനിക്ക് മസാലയൊക്കെ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ 2 പോർഷനായിട്ടാണ് ചോറ് ദമ്മിലിടുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മസാല ഒന്ന് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ മസാല ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ചോറിൻ്റെ പാതി ചോറൊന്ന് ഇട്ട് കൊടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ മാറ്റി വെച്ച മസാല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ബാക്കി ചോറും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലയും അതേപോലെ പുതിനയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ശേഷം അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് മതി കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക കേട്ടോ. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞ ശേഷം ചൂടോടുകൂടി ഒന്ന് സെർവ് ചെയ്തോളൂ. ഇവിടെ ഇതപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദമ്മൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം നോക്കിക്കോളൂ കേട്ടോ. അരിൻ്റെ വേവൊക്കെ പക്കയാണ്. അരി വേവ് കൂടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്കയായിട്ട് അരിയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേവിക്കുമ്പോൾ ഒരിക്കലും തന്നെ നമ്മുടെ ബിരിയാണി ഫ്ലോപ്പ് ആവില്ല. ചിക്കനൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.
ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും നിങ്ങളുടെ ബിരിയാണി ഫ്ലോപ്പായി പോകില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിക്കോളൂ. അരി വെന്ത് പോകുന്നോ അല്ലെങ്കിൽ ചിക്കൻ ഓവർ വേവാവുന്നുള്ള ഒരു പേടിയും വേണ്ട. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.